ഹലോ ഗൈസ്, ഒരു ഓണം മേക്കപ്പ് ലുക്ക് നോക്കിയാലോ. ഞാൻ ഇന്ന് സാരിയൊന്നല്ല വെയർ ചെയ്യുന്നത്, ഒരു ശരാറ സ്യൂട്ടാണ് വെയർ ചെയ്യുന്നത്. പിന്നെ അതേ കൂടെ ഓണത്തിൻ്റെ ഒരു വൈബ് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ലോട്ടസ് മാലയും പിന്നെ അതിൻ്റെ കമ്മലും അതാണ് ഞാൻ വെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാനൊരു ഡസ്കി സ്കിൻ ടോണിലുള്ള ഒരാളാണ്. അപ്പോൾ ഈ ഡസ്കി സ്കിന്നിന് എങ്ങനെയാണ് കൺസീലർ ഫൗണ്ടേഷനൊക്കെ ചെയ്യുന്നതാണ് ഈ കാണാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഫസ്റ്റ് ടോണർ അപ്ലൈ ചെയ്യണേനെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബേസ് എല്ലാം സെറ്റ് ആക്കുന്നതാണെങ്കിലും നമ്മളുടെ മേക്കപ്പ് കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് ആവും, നല്ല രസത്തിലും ഇരിക്കും, ഫ്ലോലെസ് ആയിരിക്കും. അങ്ങനെ ഞാൻ ടോണർ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടോണർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസറാണ്. അപ്പം നമുക്കിനി അടുത്തത് ചെയ്യേണ്ടത് ഈ ടോണർ അപ്ലൈ ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ എടുക്കുക. മോയ്സ്ചറൈസറും ഇതേപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ മോയ്സ്ചറൈസർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഡാബ് ചെയ്ത് എല്ലാം മുഖത്തേക്ക് അബ്സോർബ് ആക്കണം. നമ്മളെ ബേസ് തന്നെ സെറ്റായാൽ തന്നെ മേക്കപ്പ് നല്ല ഭംഗിയായിരിക്കും കാണാൻ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൺസ്ക്രീമാണ്. അപ്പോൾ ഞാൻ സൺസ്ക്രീം ഇന്നൊരു ഫെസ്റ്റിവൽ ലുക്കായത് കാരണം രണ്ട് ബേസായിട്ടാണ് ഞാൻ ഇടുന്നത്. ഫസ്റ്റത്തെ ബേസ് ഞാനിങ്ങനെ ഇടുന്നതാണ്, ഫുള്ള് നമ്മൾ അബ്സോർബ് ആക്കിയ കാരണം ഇന്നൊരു ഓണം ഫെസ്റ്റീവ് ലുക്കാണല്ലോ, നമ്മളിനി പുറത്തൊക്കെ ഇറങ്ങി നടക്കുമായിരിക്കുമല്ലോ. അപ്പോൾ ഇനി ടാനൊന്നും ആകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ 2 ബേസായിട്ടാണ് ചെയ്യുന്നത്. അതിനുശേഷം കൺസീലർ അപ്ലൈ ചെയ്യുന്നതിന് ഞാൻ എൻ്റെ എവിടെയൊക്കെയാണോ പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ളത് അവിടെയാണ് ഞാൻ കൺസീലർ ചെയ്യുന്നത്. എൻ്റെ മകനാണ് വന്നത്, അവനിങ്ങനെ ഞാൻ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എന്നെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ സമ്മതിക്കണ്ടായത്, ഒരു വിധത്തിലാണ് ഞാനിത് ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഐയുടെ ചുറ്റും പിന്നെ എൻ്റെ ലിപ്സിൻ്റെ അവിടെയും പിന്നെ കവളത്ത് എവിടെയോ ഈ കറുത്ത പാട് കുഴി അവിടെയൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ഞാൻ ഈ കൺസീലർ അപ്ലൈ ചെയ്യാനാണ്. എന്നാൽ നമ്മൾ ബേസ് സെറ്റ് ആക്കണം, അപ്പോഴാണ് നമ്മുടെ ഫൗണ്ടേഷനും എല്ലാം കൂടി ബ്ലെൻഡായി നല്ല ഭംഗിയായിട്ട് ഇരിക്കത്തുള്ളൂ. ഈ ഡസ്കി സ്കിന്നിന് ഒരു സംശയം ഉണ്ടാവും, ഇതൊക്കെ നമുക്ക് സ്യൂട്ടാവുമെന്ന്. എനിക്ക് സ്യൂട്ടാവുന്നില്ലേ? അപ്പോൾ പിന്നെ എല്ലാവർക്കും സ്യൂട്ടാവും. അപ്പോൾ ഞാനിത് കൺസീലർ ചെയ്തുകൊണ്ടിരിക്കുക. എവിടെയൊക്കെയാണോ ബ്ലാക്ക് മാർക്ക് പിഗ്മെൻറ്റേഷൻ അതൊക്കെ ഉള്ളത് അവിടെയൊക്കെ ഈ കൺസീലർ അപ്ലൈ ചെയ്യുക. പിന്നെ നമ്മൾ ഐബ്രോ ചെയ്തിട്ടില്ല, ഐബ്രോ ചെയ്യാൻ പോണേ ഉള്ളൂ. അതിനു മുമ്പ് ഞാൻ ഓർത്തത് കൺസീലർ അവിടെ ഒന്ന് അപ്ലൈ ചെയ്യണമല്ലോ, അപ്പോൾ നമ്മളുടെ ഐബ്രോ നല്ലോണം എടുത്ത് നിൽക്കും. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമുക്കിപ്പോൾ ഐബ്രോ സെറ്റ് ചെയ്യാം. അപ്പോൾ ഐബ്രോ സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ആ പൗഡർ, ഇൻസൈറ്റിൻ്റെ പൗഡറാണ്. ആദ്യം ഞാനൊന്ന് ഐബ്രോ ഇതേപോലെ വരക്കും, എന്നിട്ട് ഞാൻ അറ്റത്തു നിന്നാണ് ഐബ്രോ ഫില്ല് ചെയ്ത് തുടങ്ങുന്നത്. അങ്ങനെ ഐബ്രോ നല്ല വിധത്തിൽ ഫില്ല് ചെയ്യുക. ഞാൻ ഈ കണ്ണാടി യൂസ് ചെയ്യുന്നത് ക്യാമറ നോക്കി ചെയ്യുന്നത് എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഈ ഇങ്ങനെ ഒരു സൈഡിൽ കണ്ണാടി വെച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്ക് നല്ലോണം ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇപ്പോൾ ഓക്കെ, ഒരു സൈഡ് ചെയ്തുമ്പോഴത്തേക്കും തന്നെ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ. ശരിക്കും നമ്മളൊരു മേക്കപ്പൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഐബ്രോ നല്ലോണം ഫില്ല് ചെയ്താൽ തന്നെ മുഖത്തിന് ഒരു നല്ല ഒരു എന്താ പറയുക ഫീച്ചർ, നല്ല സ്റ്റൈല് ഒക്കെ കിട്ടും കാണാനായിട്ട്. അങ്ങനെ ഞാൻ ഐബ്രോ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ ഐബ്രോ 2 സൈഡും നല്ല വിധത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇനി നമുക്ക് കൺസീലർ ആ വരച്ച ഐബ്രോസിൻ്റെ അവിടെ ഷേപ്പായിട്ട് നമുക്ക് ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോഴത്തേക്കും നല്ല ഒരു ഐബ്രോ എടുത്ത് ഇങ്ങനെ നല്ലോണം കാണിക്കും. അത് നല്ല രസമായിരിക്കും. ക്യാമറയിൽ എത്ര വിധത്തിൽ കാണുന്നുണ്ടെന്ന് എനിക്കറിയുന്നില്ല, പക്ഷെ നമ്മൾ നേരിട്ട് ഒരാൾ കാണുമ്പോഴത്തേക്കും ഐബ്രോ നല്ലോണം ഹൈലൈറ്റ് ചെയ്ത് കാണാൻ വേണ്ടി പറ്റും. ഇനി അടുത്തത് നമുക്ക് ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ കുറേ ഇങ്ങനെ നോക്കി നടന്നിട്ടാണ് എനിക്കൊരു ഫൗണ്ടേഷൻ എൻ്റെ സ്കിന്നിന് ചേരുന്നത് കിട്ടിയത്. അത് നല്ലോണം ലോങ് ലാസ്റ്റിങ്ങും ആണ്, ഗ്രീസിങ് അങ്ങനെയൊന്നും ആവുന്നില്ല. അങ്ങനെ അപ്പോൾ ഫൗണ്ടേഷൻ ഇടുന്നതിന് ഞാൻ ഓരോ സൈഡിലാണ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത്. ഫേസ് മൊത്തമാക്കി അങ്ങനെ ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാറില്ല. ഓരോ സൈഡ് ഫൗണ്ടേഷൻ ഇട്ടിട്ടാണ് ഞാൻ എൻ്റെ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നത്. ഓരോരോ സൈഡായിരിക്കണം. കാരണം ഞാൻ എല്ലാ സൈഡും ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഉണങ്ങിപ്പോണം, അങ്ങനെ ഭയങ്കര ഡ്രൈനെസ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഓരോ സൈഡ് ഫൗണ്ടേഷൻ ഇട്ടിട്ട് ഞാൻ അങ്ങനെ ഡാബ് ചെയ്യണേന്. അപ്പം നമ്മളുടെ ഈ കൺസീലർ ഇട്ട ഭാഗത്ത് ഫൗണ്ടേഷൻ നല്ലോണം ഇടണം. അപ്പോൾ ആ പാടും എല്ലാം നല്ലോണം മറയും. അങ്ങനെ ഞാൻ അതിൻ്റെ പാടുള്ള എല്ലാ സ്ഥലത്തും ഫൗണ്ടേഷൻ അങ്ങോട്ട് അടിച്ച് വിടരുത്. ഫെസ്റ്റീവ് ലുക്കല്ലേ, കുറച്ച് അങ്ങോട്ട് ഇരിക്കട്ടെ, കുറച്ച് ആഡംബരം ആവട്ടെ. എൻ്റെ പുറകിൽ കിടന്ന് ഒരാളിരുന്ന് കളിക്കണേണ് എൻ്റെ സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ഈ മുഖത്തെ ഫേസിൽ ചെയ്യുന്ന എല്ലാ ഐറ്റംസും നമ്മുടെ കഴുത്തിലിടണം, അല്ലെങ്കിൽ 2
വെവ്വേറെ പോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അടുത്ത് ഞാൻ ഐ ഷാഡോ ആണ് ചെയ്യുന്നത്. ഐ ഷാഡോ ഞാൻ ബ്രഷ് വെച്ചൊന്നല്ല ചെയ്യുന്നത്, എൻ്റെ കൈ തന്നെ ഉപയോഗിച്ചിട്ട് എൻ്റെ ഒരു ഫിംഗർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആദ്യം ഒരു ഫിംഗറിൽ ഒരു കളറ് ഞാൻ അങ്ങനെ ഫില്ല് ചെയ്യും. അതിനുശേഷം ഒരു സൈഡിൽ വേറൊരു കളറിൽ, സെൻറ്ററിൽ വേറൊരു കളർ, അങ്ങനെയാണ് ഞാൻ ഈ ഐ ഷാഡോ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് മൊത്തം ഞാൻ ഫുൾ ഒരു കളറ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഐ ഷാഡോ. അപ്പോൾ ഞാൻ നല്ല വിധത്തിൽ എൻ്റെ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് തന്നെ ഞാനിങ്ങനെ ബ്ലെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നടുക്ക് വേറൊരു ഷെയ്ഡാണ് കൊടുക്കുന്നത്. അങ്ങനെ 3 ഷെയ്ഡ് മിക്സാക്കിയിട്ടാണ് ഞാൻ എൻ്റെ ഐ ഷാഡോ ഞാൻ ഫില്ലാക്കിയേക്കുന്നത്. അതാണ് ഈ കാണുന്നത്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നമ്മൾ ഈ ഉപയോഗിച്ച ഫിംഗർ ടിപ്പ് കൊണ്ട് ഉപയോഗിച്ച ഐ ഷാഡോ തന്നെ താഴത്തും ഇതേപോലെ തന്നെ എഴുതുക. ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ മേളിൽ ഉപയോഗിച്ച് തന്നെ താഴത്തും അങ്ങനെ എടുക്കുക. അതിന് ശേഷം ഞാൻ ഐലൈനറാണ് ഉപയോഗിക്കുന്നത്. ഐലൈനർ വിങ് ആയിട്ട് തന്നെ, ഭയങ്കര ഡാർക്കായിട്ട് എഴുതുന്നില്ല, ലൈറ്റായിട്ട് തന്നെയാണ് ഐലൈനർ എഴുതുന്നത്. 2 സൈഡും വിങ് ആയിട്ട് തന്നെയാണ് ഐലൈനർ എഴുതുന്നത്. അതിന് ശേഷം ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് കാജൽ വെച്ചിട്ട് ഞാൻ നല്ലോണം ഫില്ല് ചെയ്യണേണ്. നല്ലോണം ഫില്ല് ചെയ്യുക. കാരണം നമ്മളൊരു ഫെസ്റ്റീവ് ലുക്കാണല്ലോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നല്ലോണം ഐലൈനറും കാജലും ഒക്കെ ഉപയോഗിച്ചാലാണ് നമ്മൾ നല്ല ഭംഗിയായിട്ട് ഫീൽ ചെയ്യുള്ളൂ. ഇത് തന്നെ ഞാൻ ഇങ്ങനെ മേളിലും ഉപയോഗിക്കും. അപ്പോൾ ഓൾറെഡി എനിക്ക് ഐലാഷസ് കുറവാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കണ്ണും വിടരും. പിന്നെ ഞാൻ ഈ കാജൽ ഇങ്ങനെ എഴുതുമ്പോഴത്തേക്കും എന്തെങ്കിലും പരിപാടിയൊക്കെ വരുമ്പോൾ അടിയിൽ ഒന്നും കൂടി ഐലൈനർ വെച്ച് എഴുതും. അത് നല്ലൊരു ലുക്ക് കിട്ടും. അങ്ങനെ ഞാനത് എല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മസ്കാരയാണ്. മസ്കാര ഞാൻ നല്ല വിധത്തിൽ അടിക്കുന്നുണ്ട്. മെബലിൻ്റെ മസ്കാരയാണ് ഞാൻ വോളിയം തോന്നിക്കുന്ന വിധത്തിൽ നല്ലോണം മസ്കാര അപ്ലൈ ചെയ്യുന്നുണ്ട്. 2 സൈഡിലും നല്ല വിധത്തിൽ അപ്ലൈ ചെയ്യണം. ഇനി അതിനുശേഷം നമുക്ക് ലിപ്സ്റ്റിക്കാണ് ഇടേണ്ടത്. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടാനായിട്ട് ഫസ്റ്റ് ഞാൻ ലിപ്പ് ലൈനർ വെച്ച് ലൈൻ ചെയ്യുകയാണ്. ഇന്ന് ഒരു ഫെസ്റ്റീവ് ആയത് കാരണം ഇത് ലിപ്സ്റ്റിക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കണമല്ലോ. അപ്പോൾ ഞാൻ ലിപ്പ് ലൈനർ കൊണ്ട് ഫില്ല് ചെയ്യണതാണ്. ഇങ്ങനെ ചെയ്താൽ ലിപ്സ്റ്റിക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുമെന്ന് ഞാൻ ഏതൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണേണ്. ലിപ്സ്റ്റിക്കിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ആ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്ക് ഞാൻ ഫുള്ളും അപ്ലൈ ചെയ്യണേണ് ലിപ്പിൽ. അതിനുശേഷം ഞാൻ എൻ്റെ വേറൊരു ലിപ്സ്റ്റിക്കും കൂടി എടുത്തിട്ട് സെൻറ്ററിൽ ഞാനൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ലിപ്സ് ഇപ്പോൾ വരുമ്പോഴത്തേക്ക് ഒരു പിങ്കിഷ് ഷെയ്ഡിലുള്ള ഒരു ലിപ്സ്റ്റിക്കായിട്ട്